ഹലോ. അപ്പം നമ്മൾ ഹാളിൽ നിന്ന് ഈ റൂം കാണിച്ചല്ലേ, നമ്മുടെ പൂജാ റൂം കാണിച്ചു. ഇനി ഇനി നമുക്ക് ഇപ്പുറത്തെ റൂമിലോട്ട് പോകാം. ബാത്റൂം കാണിച്ചു. ഇതിന് താഴെ അവിടെ കാണുന്നത് ഒരു നിഴൽ പോലെയാണ് കേട്ടോ. പിന്നെ അത് ഒത്തിരി വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. അവരെന്തോ ഒരു ഇത് ചെയ്തിട്ട് ഇനി വൃത്തികേടാക്കി വെച്ചേക്കുന്ന കേട്ടോ. എത്ര നമ്മൾ ചിരണ്ടി കളഞ്ഞാലും അത് പോവില്ല കേട്ടോ. ഞാൻ വൃത്തിയാക്കാത്തതെന്ന് വിചാരിക്കരുതേ. പിന്നെ ഇനി ഈ റൂമാണ് പൊഞ്ചിൻ്റെയും എൻ്റെ റൂം. സത്യത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഈ റൂമാണ് ഞങ്ങൾ ഉപയോഗിക്കുക. കാരണം കുഞ്ഞിതല്ലേ, അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടെ എളുപ്പമാണ് കിടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പെട്ടികൾ ഇതിൻ്റെ അടിയിൽ കയറില്ല. ഇത് വലിയ പെട്ടി, അതുകൊണ്ട് ഇതിന് അടി കയറില്ല. അത് കുഞ്ഞു പെട്ടിയാണ്, അതിൻ്റെ അടി കയറും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, എന്താ, ഒരു മേശ പോലെ. അതിലിപ്പോൾ തൽക്കാലത്തേക്ക് ചെരുപ്പൊക്കെ അടുക്കി വെച്ചേട്ടോ. ഇവിടെ എൻ്റെ 2 ബാഗൊക്കെ ഇരിപ്പുണ്ട്. ഇത് കേരള അസോസിയേഷനിൽ നിന്ന് കിട്ടിയതാട്ടോ. പിന്നെ ഇത് പുതപ്പാണ്. ഇതാണ് എൻ്റെ കുഞ്ഞിക്കട്ടിൽ. നല്ല സുഖമായി. കുഞ്ഞിക്കട്ടിൽ കിടക്കാനാണ് കേട്ടോ ഏറ്റവും സുഖം. പിന്നെ 2 മണി പ്ലാന്റ് ഇരിപ്പുണ്ട്. പൊഞ്ചിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് താഴത്തോട്ട് നോക്കാനും സുഖം കേട്ടോ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ 11 നിലയുടെ ബിൽഡിങ്ങാണ് ഇവിടെ എല്ലാം. അപ്പോൾ അപ്പുറത്ത് ഫുള്ളും ബിൽഡിങ്ങാണേ. തുറന്നാൽ ബിൽഡിങ്ങൊക്കെ കാണുന്നത്. പിന്നെ ഈ സൈഡിൽ കൂടെ റോഡൊക്കെ കാണാം കേട്ടോ. മാണ്ടമാനമൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നോക്കുമ്പോൾ മാണ്ടമാനം കാണാമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാർപ്പറ്റ് എടുത്ത് ഞാൻ മടക്കി വെച്ചേക്കുക, പൊഞ്ചിക്ക് വെക്കേഷൻ ആയതുകൊണ്ടെന്ന്. അല്ലെങ്കിൽ എല്ലാം വൃത്തികേടാക്കുന്നു, അതുകൊണ്ട് ഞാൻ മടക്കി വെച്ചേക്കട്ടോ. പിന്നെ ഇതിൻ്റെ ഒന്നുമില്ല. പിന്നെ ഈ 3 ബക്കറ്റിലും പൊഞ്ചിയുടെ കുറേ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിപ്പോഴും ഇങ്ങനെ നിലത്തോട്ട് എടുത്തിടും. അത് കഴിഞ്ഞിട്ട് അത് ആവശ്യം കഴിയുമ്പോൾ കളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വെക്കും. അങ്ങനെ 3 ബാസ്ക്കറ്റിലും കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. പിന്നെ എനിക്ക് ചാർജ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ചാർജറും ഇവിടെ കുത്തിയിട്ടിട്ടുണ്ട്. കാരണം ഇവിടെയാണ് ചാർജിങ് സ്പോട്ട് ഉള്ളത്. ഇവിടെയല്ലല്ലോ കട്ടിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഇവിടെ കുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പെട്ടിയുണ്ട്. ഇതിൽ മുഴുവൻ ബുക്കുകളാണ് കേട്ടോ. അത്രേ ഉള്ളൂ ഈ റൂം. പിന്നെ ഇവിടെ അലമാരികളുണ്ട് കേട്ടോ. കണ്ടോ, ഈ പൊഞ്ചിക്ക് മുടി വേണം, നീണ്ട മുടി വേണം എന്ന് പറഞ്ഞിട്ട് മേടിപ്പിച്ചാണ്. ഇപ്പം ഞാൻ ക്ലിപ്പൊക്കെ കുത്തിയിടാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇത് എൻ്റെ കബോർഡാണ്. വലിയ വൃത്തിക്കൊന്നുമല്ല ഇരിക്കണേ. കുറച്ച് സ്പ്രേകളും കുറച്ച് കമ്മലുകളും വളകളും കുറേ ബുഷുകൾ, പൊഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ബുഷുകളാണ് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ആപ്പിൾ സിഡർ വിനേഗർ കുടിക്കാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ക്രീമുകളും ഒക്കെയാണ് ഉള്ളത്. ഇതേതാ ബോഡി ലോഷനാണ് കേട്ടോ. പിന്നെ ഡോവിൻ്റെ ബോഡി ലോഷനാണ്. ബോഡി ലോഷൻസ് ഒക്കെ കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് കണ്ടോ, ഇതെന്താ ഉപ്പരി സാധനങ്ങളാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ ഇട്ടേക്കോ ഞാൻ, കാരണം അതെപ്പോഴും എടുക്കും. ഇത് കണ്ടോ, ഇതിനകത്തും അങ്ങനെ ഇവൻ്റെ പാസ്പോർട്ടൊക്കെ കിടക്കണം, എൻ്റെയും പൊഞ്ചിയുടെയും. പിന്നെ കണ്ടോ ക്ലിപ്പുകൾ, പൊട്ടുകൾ, ഹെയർ ബോകൾ, ലൈറ്റ്, അങ്ങനെ. ഇത് മുഴുവൻ പൊഞ്ചിയുടെ ബുക്സാണ്. പൊഞ്ചിയുടെ കിൻഡർ ഗാർഡൻ കഴിഞ്ഞ ബുക്കുകൾ, PP1 കഴിഞ്ഞ ബുക്കുകൾ, പിന്നെ സ്ലേറ്റൊക്കെ. ഇത് പിന്നെ നോക്കണ്ട, ഫുൾ എന്തൊക്കെയുണ്ട്. ഇത് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണ സാധനം. ഇത് എന്തിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. പിന്നെ ഓം സായിറാം എഴുതി കുറേ ഇത്. പിന്നെ എന്തൊക്കെയൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ കുറേ കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അതെ കേട്ടോ, ഞങ്ങളുടെ കുറേ ഫോട്ടോ ഇവിടെ ഇതാക്കാൻ പറ്റിയില്ല, തറയ്ക്കാൻ പറ്റിയില്ല കണ്ടോ. അതുകൊണ്ട് കുറേ ഫോട്ടോ ഇവിടെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കിൻഡർ ജോയുടെ കൂടെ പൊഞ്ചിക്ക് ഫ്രീ കിട്ടിയതാ. ഒരു 200 എണ്ണമെങ്കിലും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് ഞാനൊരു ദിവസം കാണിച്ചു തരാം. കിൻഡർ ജോയുടെ കൂടെ ഫ്രീ കിട്ടിയ ടോയ്സ്. അത് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചില്ലെങ്കിൽ നശിപ്പിച്ചോളെ, അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കണേ. പിന്നെ കുറേ പിള്ളേരൊക്കെ വന്ന് കുറേ എടുത്തുകൊണ്ട് പോയി. എന്നാലും ഒരു 200 എണ്ണമൊക്കെ കാണും. അതേ കണ്ടോ, തൊപ്പി കളക്ഷൻ. പിന്നെ ഒരു പാവയല്ല, മീൻ, ഫിഷ്. പിന്നെ ഇതെന്താ, ഇത് പൊഞ്ചിയുടെ സ്വിമ്മിങ്ങിൻ്റെ. ഇവിടെ കണ്ടോ കുറേ ഫോട്ടോസുണ്ട്. ഇതൊക്കെ തറയ്ക്കണം. ഇതും ഹലോവിയൻ ഡേക്ക് വേണ്ടി മേടിച്ച തൊപ്പി കണ്ടോ. ഇപ്പം ഇവിടെ ഊഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇത്രേ ഉള്ളൂ. ഇവിടെ വേസ്റ്റ് തുണിയല്ല, ഈ കൈക്കല തുണി പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ വെള്ളത്തുണി മേടിച്ചതാണേ. അങ്ങനത്തെ കുറേ സാധനം. ഈ റൂം അതെ കുഞ്ഞു റൂം, അത്ര അധികം സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം വൃത്തിക്കിടാനൊക്കെയാണ് ശ്രമിച്ചേക്കണേ കേട്ടോ. ഇനി നിങ്ങൾ വേറെ വൃത്തിയുണ്ടോ, ഇത്രയാണുള്ളത്. പിന്നെ ഞാൻ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനം കാണിച്ചില്ലല്ലോ ഞാൻ നിങ്ങളെ. അത് ഈ സൈഡിലുണ്ട്. ഐ വിൽ ഷോ യു. അതെ, വെയിറ്റ് നോക്കണം മെഷീൻ. എന്നും ഉപയോഗിക്കുമല്ലോ, അതുകൊണ്ട് ഇത്രയാണ് ഇവിടുത്തെ സാധനങ്ങൾ. ഇനി ഒന്നും കണ്ടില്ലെന്ന് പറയരുത്. അപ്പം നമ്മൾ 2 റൂം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ.
ബാത്റൂമിൻ്റെ ഈ വശത്ത് കാണിച്ചില്ലാന്ന്. ദേ എന്താ പേസ്റ്റും ബ്രഷൊക്കെ വെക്കണ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇനി ഞാൻ മാസ്റ്റർ ബെഡ്റൂമും കൂടെ കാണിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം കാണിച്ചു. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. കാണിക്കാമേ.